കൊച്ചിൻ മിനറൽസ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വീണ വിജയനും എക്സലോജിക്കും 1,72,00,000 രൂപയും ആ വിവാദവും നിങ്ങൾക്കറിയാം. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ സംഖ്യയ്ക്ക് അടിയിൽ മറ്റൊരു കണക്കുണ്ട്. അധികം പറയാത്ത ഒരു കണക്ക്. 2 ലക്ഷം കോടി രൂപയുടെ ഒരു പൊതുസമ്പത്തിന്റെ കണക്ക്. ഒരു ചോദ്യമാണ് ഈ കഥയുടെ കാതൽ. ഇത്ര വിലപിടിച്ച ഒരു പൊതുസമ്പത്ത് ആർക്കാണ് ലാഭമുണ്ടാക്കിയത്? അതിന്റെ നഷ്ടം ആരാണ് സഹിച്ചത്? ഇതുവരെ ഒരു കോടതിയും പരിശോധിക്കാത്ത ചോദ്യങ്ങളാണിവ. ഒരു കാര്യം ആദ്യമേ പറയട്ടെ. ഇത് രേഖകളെയും ആരോപണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനമാണ്. ഇവിടെ പറയുന്ന ഒന്നും കോടതി തെളിയിച്ചതല്ല. അഴിമതി അന്വേഷണത്തിനുള്ള ഹർജികൾ കോടതികൾ തള്ളിയിട്ടുണ്ട്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും അന്വേഷണം ഇപ്പോഴും നടക്കുന്നു. പേരെടുത്ത് പറയുന്നവരെല്ലാം ആരോപണങ്ങൾ നിഷേധിക്കുന്നു. കൊല്ലത്തെ ചവറ തീരം. ഇവിടത്തെ കറുത്ത മണലിൽ ഇൽമനൈറ്റ് ഉണ്ട്. ടൈറ്റാനിയത്തിന്റെ അയിർ. ഈ നിക്ഷേപത്തിൽ മാത്രം ഏകദേശം 8 കോടി ടൺ ഇൽമനൈറ്റ്. ഇന്നത്തെ വിലയ്ക്ക് അതിന്റെ മൂല്യം ഏകദേശം 2 ലക്ഷം കോടി രൂപ വരും. കേരളത്തിന്റെ ഒരു വർഷത്തെ ബജറ്റിന്റെ ഇരട്ടിയിലധികം. വെറും ഒരു തീരത്തെ മണലിൽ. ഈ മണലിൽ മൊണാസൈറ്റുമുണ്ട്. അതിനുള്ളിൽ തോറിയം, ഇന്ത്യയുടെ ആണവഭാവിയുടെ ഇന്ധനം. അതുകൊണ്ടാണ് ഈ കടലോര മണൽ ഒരു ആണവധാതു ആയി കണക്കാക്കി അതിന്റെ ഖനനം സർക്കാർ കമ്പനികൾക്ക് മാത്രമായി നിയമം മാറ്റിവെച്ചിരിക്കുന്നത്. ഈ മണൽ സംസ്കരിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയാണ് കൊച്ചിൻ മിനറൽസ്. ശശിധരൻ കർത്തയാണ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും. മകൻ ശരൺ കർത്ത ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറും. കമ്പനി ഇൽമനൈറ്റ് സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കുന്നു. ഏകദേശം 96% ടൈറ്റാനിയം ഡയോക്സൈഡ് ഉള്ള ഉൽപ്പന്നം. ജപ്പാനിലെ സുമിറ്റോമോ ഉൾപ്പെടെ ജപ്പാൻ, അമേരിക്ക, യൂറോപ്പ്, ചൈന എന്നിവിടങ്ങളിലെ ടൈറ്റാനിയം വ്യവസായങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നു. ലോകത്തിന്റെ ഹൈടെക് ടൈറ്റാനിയം ആവശ്യത്തിന്റെ 40% തങ്ങൾ നൽകുന്നു എന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഈ ഫാക്ടറി ഓടാൻ വർഷം ഏകദേശം 1 ലക്ഷം ടൺ ഇൽമനൈറ്റ് വേണം. കാരണം സംസ്കരണത്തിൽ ഇരുമ്പ് നീക്കം ചെയ്യുമ്പോൾ പകുതിയോളം ഭാരം നഷ്ടപ്പെടും. ഏകദേശം 2 ടൺ ഇൽമനൈറ്റിൽ നിന്ന് 1 ടൺ സിന്തറ്റിക് റൂട്ടൈൽ. പക്ഷേ ഈ മണൽ ആർക്കും ഖനനം ചെയ്യാനാവില്ല. ഖനനം ചെയ്യാൻ അനുമതിയുള്ളത് 2 സർക്കാർ കമ്പനികൾക്ക് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യൻ റെയർ എർത്ത്സിനും കേരള സർക്കാരിന്റെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിനും. അതായത് കൊച്ചിൻ മിനറൽസിന്റെ ജീവൻ ഈ സർക്കാർ കമ്പനികളെ ആശ്രയിച്ചാണ്. ഖനനാവകാശം നേടാൻ കൊച്ചിൻ മിനറൽസ് ഒരു വഴി തേടി. കേരള റെയർ എർത്ത്സ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന ഒരു സംയുക്ത കമ്പനി രൂപീകരിച്ചു. കൊച്ചിൻ മിനറൽസും കേന്ദ്ര കമ്പനിയായ ഇന്ത്യൻ റെയർ എർത്ത്സും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും ചേർന്നതാണ് കേരള റെയർ എർത്ത്സ്. ഒരു കാര്യം ഓർക്കണം. കോർപ്പറേഷൻ കൊച്ചിൻ മിനറൽസിൽ ഓഹരിയുണ്ട്. അതിനു പുറമെ വേറിട്ട ഒരു നിക്ഷേപമായി ഈ കേരള റെയർ എർത്ത്സ് പദ്ധതിയിലും കോർപ്പറേഷൻ പണം മുടക്കി. അതായത് ഒരേ ഘടനയിൽ പൊതുപണം രണ്ടിടത്ത്. 2003 പോകാം എന്ന് വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. വാലിയാഴിക്കൽ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള 17 കിലോമീറ്റർ കടലോരം 20 വർഷത്തേക്ക് കേരള റെയർ എർത്ത്സിന് ഖനനത്തിന് പാട്ടത്തിന് നൽകുന്നു. ഏകദേശം 400 കോടി രൂപയുടെ പദ്ധതി. പക്ഷേ ആ തിടുക്കം സംശയം ജനിപ്പിച്ചു. വേണ്ടത്ര പഠനം നടത്തുന്നതിന് മുമ്പ്, പാട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ കമ്പനി ഫാക്ടറിക്കായി ഭൂമി വാങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ പ്രഖ്യാപനത്തിനെതിരെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഉയർന്നു. 30,000-ലധികം മീൻപിടുത്തക്കാർ, കയർ തൊഴിലാളികൾ, ശാസ്ത്രജ്ഞർ, അരാട്ടുപുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകൾ, പിന്നെ കക്ഷിഭേദമില്ലാതെ എംപിമാർ എല്ലാവരും എതിർത്തു. കാരണം ലളിതമായിരുന്നു. ധാതുമണൽ തീരം ഒരു സ്വാഭാവിക കടൽഭിത്തിയാണ്. കടലിനേക്കാൾ താഴ്ന്നുകിടക്കുന്ന കുട്ടനാടിനെ, കേരളത്തിന്റെ നെല്ലറയെ കടലിൽ നിന്നും ഉപ്പുവെള്ളത്തിൽ നിന്നും കാക്കുന്ന ഭിത്തി. ആ മണൽ നീക്കിയാൽ കടൽ കയറും, വീടുകൾ നഷ്ടപ്പെടും, മീൻ കുറയുമെന്ന് അവർ ഭയന്നു. തുടക്കം മുതൽ ഈ പദ്ധതി പൊതുനന്മയ്ക്ക് എതിരാണെന്ന് ഒരു നാട് മുഴുവൻ പറഞ്ഞു. പിന്നീട് നടന്നത് ഒരു നീണ്ട നിയമ പോരാട്ടമാണ്. 2004 ആ തീരത്ത് ഖനനം ചെയ്യാനുള്ള അനുമതി, അതായത് പാട്ടം, സർക്കാർ കേരള റെയർ എർത്ത്സിന് നൽകി. പക്ഷെ 10 ദിവസത്തിനകം ആ അനുമതി റദ്ദാക്കി. ഇതിനെ ചൊല്ലിയുള്ള തർക്കം ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും എത്തി. ഒടുവിൽ 2016 സുപ്രീം കോടതി കേരള റെയർ എർത്ത്സിന് അനുകൂലമായി വിധിച്ചു. പക്ഷേ ഈ വിജയം ഒരിക്കലും യഥാർത്ഥ ഖനനമായി മാറിയില്ല. സർക്കാർ ഖനനാനുമതി പ്രയോഗത്തിൽ കൊണ്ടുവന്നില്ല. പരിസ്ഥിതി അനുമതികളും കിട്ടിയില്ല. ഇതിന് തെളിവ് കണക്കിൽ തന്നെയുണ്ട്. സ്വന്തമായി ഖനനം നടക്കാത്തതിനാൽ കൊച്ചിൻ മിനറൽസ് വിലകൂടിയ ഇൽമനൈറ്റ് വിദേശത്തുനിന്ന് നഷ്ടത്തിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു വലിയ മാറ്റം വന്നു. കടലോര മണലിൽ ആണവധാതുവായ മൊണാസൈറ്റുള്ളതിനാൽ 2019 കേന്ദ്ര സർക്കാർ സ്വകാര്യ കടലോര ഖനനം പൂർണ്ണമായി നിരോധിച്ചു. ഇനി ഖനനം സർക്കാർ കമ്പനികൾക്ക് മാത്രമല്ല, നിലവിലുള്ള എല്ലാ സ്വകാര്യ പാട്ടങ്ങളും റദ്ദാക്കാൻ കേന്ദ്രം ഉത്തരവിട്ടു. ഇവിടെ ഒരു സുപ്രധാന ചോദ്യമുണ്ട്. കേന്ദ്രം 2019 സ്വകാര്യ പാട്ടങ്ങൾ റദ്ദാക്കാൻ ഉത്തരവിട്ടു. പക്ഷേ കേരള റെയർ എർത്ത്സിന്റെ പാട്ടം കേരള സർക്കാർ റദ്ദാക്കിയത് 2023 ഡിസംബറിൽ മാത്രമാണ്. ഏതാണ്ട് 5 വർഷം കഴിഞ്ഞ്. അതും വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം. കാലതാമസം മനഃപൂർവ്വമായിരുന്നു. കൊച്ചിൻ മിനറൽസിന്റെ താൽപര്യം സംരക്ഷിക്കാനായിരുന്നു എന്ന് കുഴൽനാടൻ ആരോപിക്കുന്നു.
നിയമോപദേശം തേടിയ ശേഷമാണ് നടപടിയെടുത്തതെന്നാണ് സർക്കാരിന്റെ മറുപടി. ഈ കാലതാമസത്തിൽ അഴിമതിയില്ലെന്ന് കോടതി വിലയിരുത്തി. എന്നാൽ ആ 5 വർഷക്കാലം കമ്പനിക്ക് അനുകൂലമായ പല കാര്യങ്ങളും തുടർന്നു. തോട്ടപ്പള്ളിയിൽ നിന്നുള്ള വില കുറഞ്ഞ ധാതുമണൽ കൊച്ചിൻ മിനറൽസിന്റെ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഭൂപരിധി നിയമപ്രകാരം അനുവദനീയമായതിലും കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ ഇളവ് നേടാനുള്ള ശ്രമവും കമ്പനി നടത്തി. 2018 കേരളം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം കണ്ടു. കുട്ടനാട് വെള്ളത്തിനടിയിലായി. കുട്ടനാട്ടിലെ വെള്ളം കടലിലേക്ക് ഒഴുകുന്ന വഴിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അവിടെ മണൽ അടിഞ്ഞ് വഴി ഇടുങ്ങിയിരുന്നു. മണൽ നീക്കണമെന്നത് ന്യായമായ ഒരു ആവശ്യമായിരുന്നു. ഇവിടെയാണ് കഥ തിരിയുന്നത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ പേരിലാണ് ഈ മണൽ നീക്കം നടന്നത്. ആ ജോലി കിട്ടിയത് സർക്കാർ കമ്പനികളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിനും ഇന്ത്യൻ റെയർ എർത്ത്സിനും. പക്ഷെ തോട്ടപ്പള്ളിയിലെ മണൽ വെറും മണലല്ല. അതിൽ ഏകദേശം 15% ഇൽമനൈറ്റ് ഉണ്ട്. വെള്ളം ഒഴുക്കാനെന്ന പേരിൽ നീക്കിയത് ധാതുസമ്പന്നമായ മണലായിരുന്നു. ആ മണൽ നീക്കിയത് ക്യൂബിക് മീറ്ററിന് 464 രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ്. ഈ നിരക്ക് എങ്ങനെ വന്നു? നവധാതു അടങ്ങിയ ഈ മണലിന്റെ യഥാർത്ഥ മൂല്യം നിശ്ചയിക്കാൻ സർക്കാർ 2 ഔദ്യോഗിക സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ ഖനന ഭൂവിജ്ഞാന വകുപ്പിനോടും ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തോടും. പക്ഷേ ഈ 2 സ്ഥാപനങ്ങളും പ്രതികരിച്ചില്ല. വില നിശ്ചയിക്കേണ്ടവർ മൗനം പാലിച്ചു. ഫലത്തിൽ ഒരു വിലനിർണ്ണയവും നടന്നില്ല. ആ മണൽ ഒടുവിൽ എത്തിയത് കൊച്ചിൻ മിനറൽസിന്റെ ഭാഗത്തേക്കാണ്. ഇതിനെതിരെ വർഷങ്ങളായി സമരം ചെയ്യുന്ന തീരത്തെ ജനങ്ങളുടെ കൂട്ടായ്മയുണ്ട്. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി. മണലിന്റെ വിപണി മൂല്യം ക്യൂബിക് മീറ്ററിന് 14,618 രൂപ വരുമെന്ന് അവർ കണക്കാക്കുന്നു. നമുക്ക് സ്വന്തമായി ഒരു യാഥാസ്ഥിതിക കണക്ക് നോക്കാം. 15% ഇൽമനൈറ്റ് വെച്ച് ഇന്നത്തെ ആഭ്യന്തര വിലയ്ക്ക് ഇൽമനൈറ്റിന്റെ മാത്രം മൂല്യം ക്യൂബിക് മീറ്ററിന് ഏകദേശം 3000 മുതൽ 3600 രൂപ വരെ വരും. അതായത് കൊടുത്ത വിലയുടെ 6 മുതൽ 8 ഇരട്ടി വരെ. ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഏറ്റവും കുറഞ്ഞ കണക്ക് വെച്ചാൽ പോലും പൊതുജനത്തിന് അർഹതപ്പെട്ടതിന്റെ ഒരംശം മാത്രമേ കിട്ടിയുള്ളൂ. ഇതേ മണൽ, ടൈറ്റാനിയവും തോറിയവും അടങ്ങിയ ഈ തന്ത്രപ്രധാന സമ്പത്ത് ഒരു സ്വകാര്യ കമ്പനിയുടെ ഭാഗത്തേക്ക് എത്തിയത് ഈ തുച്ഛമായ വിലയ്ക്കാണ്. കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ലോറി സാധാരണ കെട്ടിടമണലിന്റെ വില പോലുമില്ലാതെ. ഒരേ ഇടപാടിൽ 2 കാര്യം. പൊതുജനത്തിന് നഷ്ടം, സ്വകാര്യ കമ്പനിക്ക് നേട്ടം. ഒരാളുടെ നഷ്ടമല്ല, ഇത് നമ്മൾ ഓരോരുത്തരുടെയും നഷ്ടമാണ്. ഇനി ഈ ഇടപാടിന്റെ പൂർണ്ണചിത്രം ഒന്നിച്ചു നോക്കാം. ഒരു വശത്ത് സർക്കാർ കമ്പനികൾ ധാതുമണൽ തുച്ഛമായ വിലയ്ക്ക് കൊച്ചിൻ മിനറൽസിന്റെ ഭാഗത്തേക്ക് കൈമാറി. മറുവശത്ത് അതേ സർക്കാർ കമ്പനിയായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കൊച്ചിൻ മിനറൽസ് സംസ്കരിച്ച സിന്തറ്റിക് റൂട്ടൈൽ തിരിച്ചുവാങ്ങി. തിരക്ക് നീക്ക രേഖകൾ പ്രകാരം 2018 ഓഗസ്റ്റ് മുതൽ 10 മാസത്തിനുള്ളിൽ ഏകദേശം 176 ലോഡ്, ഒരു ലോഡിന് ഏകദേശം 27 ലക്ഷം രൂപ വീതം. അതായത് മണൽ കുറഞ്ഞ വിലയ്ക്ക് പുറത്തേക്ക്, റൂട്ടൈൽ കൂടിയ വിലയ്ക്ക് അകത്തേക്ക്. ഇവിടെ വെറുമൊരു വൈരുദ്ധ്യമല്ല, അതിലും ഗൗരവമുള്ള ഒന്നുണ്ട്. 2024 ജനുവരി 30-ന് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കൊച്ചിൻ മിനറൽസിൽ നിന്ന് റൂട്ടൈൽ വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി നിയമസഭയിൽ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ചരക്ക് നീക്ക രേഖകൾ മറിച്ചായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഫെബ്രുവരി 13-ന് അതേ മന്ത്രി ആ വാങ്ങൽ സമ്മതിച്ചു. 2008 മുതൽ 20 വരെ 12 വർഷം. അതായത് നിയമസഭയ്ക്ക് നൽകിയ ആദ്യ മറുപടി തെറ്റായിരുന്നു. ഒരു മന്ത്രി നിയമസഭയിൽ തെറ്റായ വിവരം നൽകുന്നത് ചെറിയ കാര്യമല്ല. ഒരു ചോദ്യം ബാക്കിയാവുന്നു. മന്ത്രിക്ക് തെറ്റായ വിവരം നൽകപ്പെട്ടതാണോ അതോ സത്യം മറച്ചുവെച്ചതാണോ? ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നു. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന് സ്വന്തമായി സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ വർഷങ്ങളിൽ വർഷം 40,000 ടണ്ണിലധികം അവർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പിന്നെ എന്തിന് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങി? കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ഇതിന് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. സ്വന്തം ഉൽപാദനം കുറയുമ്പോൾ മാത്രം ടെൻഡറിലൂടെ വാങ്ങിയെന്നും 2020-ന് ശേഷം നിർത്തിയെന്നും. പക്ഷേ ചോദ്യം ബാക്കിയാണ്. വില കുറഞ്ഞ മണൽ പുറത്തേക്ക്, വില കൂടി റൂട്ടൈൽ അകത്തേക്ക്. പൊതുകമ്പനിക്ക് 2 നഷ്ടം. വിമർശകർ ഇതിനെ ഇരട്ട സബ്സിഡി എന്ന് വിളിക്കുന്നു. ഇനി കഥയിലെ ഒരു പ്രധാന ഭാഗത്തേക്ക്. ഈ സ്വകാര്യ കമ്പനിയിൽ കേരള സർക്കാർ തന്നെ ഒരു പങ്കാളിയാണ്. സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കൊച്ചിൻ മിനറൽസിൽ ഏകദേശം 13% ഓഹരിയുണ്ട്. ഇതിനു പുറമെ കേരള റെയർ എർത്ത്സ് ഖനന പദ്ധതിയിൽ 9,46 ലക്ഷം രൂപ വേറിട്ട് നിക്ഷേപിച്ചു. ഞങ്ങൾ വെറും നിക്ഷേപകർ മാത്രമാണ്, ഇടപെടാറില്ല എന്നാണ് കോർപ്പറേഷൻ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ കമ്പനിയുടെ സ്വന്തം വാർഷിക റിപ്പോർട്ട് മറ്റൊന്ന് പറയുന്നു. അവരുടെ നോമിനി എല്ലാ ബോർഡ് യോഗങ്ങളിലും എല്ലാ തീരുമാനങ്ങളിലും പങ്കാളിയായിരുന്നു. ഇവിടെ ഒരു പാരമ്പര്യമുണ്ട്. സ്വതന്ത്ര ഡയറക്ടർ, എന്നാൽ കമ്പനിയുമായോ വൻ ഓഹരിയുടമകളുമായോ ബന്ധമില്ലാത്ത സാധാരണ ഓഹരിയുടമകൾക്ക് വേണ്ടി കാവൽ നിൽക്കേണ്ട ഒരാളാണ്. പക്ഷെ കൊച്ചിൻ മിനറൽസിന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായി വന്നത് കോർപ്പറേഷന്റെ തന്നെ ആളുകളാണ്. ജനാർദ്ദന പൈ, കോർപ്പറേഷന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. തോമസ് കുട്ടി, കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ആദ്യം നോമിനി, പിന്നെ സ്വതന്ത്ര ഡയറക്ടർ. രവിചന്ദ്രൻ, കോർപ്പറേഷന്റെ ജനറൽ മാനേജർ, നോമിനിയായി വന്ന് വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർ.
സർക്കാർ ഓഹരിയുടമയുടെ ആൾ തന്നെ സ്വതന്ത്ര ഡയറക്ടറാകുമ്പോൾ അയാൾ ഏത് അർത്ഥത്തിലാണ് സ്വതന്ത്രൻ? ഇത് സ്വാതന്ത്ര്യമല്ല, ഒരു ഉപകാരസ്മരണ പോലെയാണ്. ഇതൊരു ഗൗരവമുള്ള ചോദ്യം ഉയർത്തുന്നു. പൊതുപണം മുടക്കിയ എല്ലാ ബോർഡ് തീരുമാനങ്ങളിലും പങ്കാളിയായ കോർപ്പറേഷന്റെ ആളുകൾ ഉണ്ടായിരിക്കെ 135 കോടി രൂപയുടെ പെരുപ്പിച്ച ചെലവുകൾ എങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയി? അശ്രദ്ധയായിരുന്നോ അതോ അതിലപ്പുറമോ? ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഓഹരിയുടമകൾ ഇരകളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. പക്ഷേ കോർപ്പറേഷന്റെ ആളുകൾ കൂട്ടുനിന്നു എന്ന് വിമർശകർ ആരോപിക്കുന്നു. ഇരയാണോ അതോ കൂട്ടാളിയാണോ? അതാണ് ചോദ്യം. ഈ ചോദ്യം കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്ന ഒരു സംഭവമുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം വന്നപ്പോൾ പൊതുപണം മുടക്കിയ കോർപ്പറേഷൻ എന്തു ചെയ്തു? അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ല, അത് തടയാൻ കോടതിയിൽ പോയി. ഇതിനായി ഒരു മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിച്ചു. വെറും 3 ഹാജരാകലുകൾക്ക് ഏകദേശം 82 ലക്ഷം രൂപ. കോർപ്പറേഷൻ വർഷം ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥിരം പാനൽ അഭിഭാഷകനുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒറ്റക്കേസിന് അതിന്റെ 20 ഇരട്ടിയിലധികം പണം ചെലവഴിച്ചു. ഈ നീക്കം കോടതി അംഗീകരിച്ചില്ല. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം കണ്ടെത്തണമെന്ന് കേരള ഹൈക്കോടതി കോർപ്പറേഷനോട് പറഞ്ഞു. പൊതുജനത്തിന്റെ പണവും ഓഹരിയും കാക്കേണ്ട സ്ഥാപനം എന്തിന് ആ പണം മുടക്കി കമ്പനിയെ പ്രതിരോധിച്ചു? ഇതിലെ ഏറ്റവും ഗുരുതരമായ വസ്തുത ഒരു സമരക്കാരൻ്റേതല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്വന്തം വാർത്താക്കുറിപ്പിലേതാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തുന്നു. കർത്ത കുടുംബത്തിന്റെ കമ്പനികൾക്ക് ഗതാഗതത്തിന്റെ പേരിൽ കൊച്ചിൻ മിനറൽസ് ഏകദേശം 91 കോടി രൂപ നൽകി. 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ വ്യാജ പണച്ചെലവ്. പിന്നെ ഏറ്റവും പ്രധാന വരി, ഓഹരിയുടമകൾക്ക് 1 രൂപ പോലും ലാഭവിഹിതം നൽകാത്ത വർഷങ്ങളിൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയും 30 കോടി 63 ലക്ഷം രൂപ ശമ്പളവും ആനുകൂല്യങ്ങളുമായി കൈപ്പറ്റി. കോർപ്പറേഷനും സാധാരണ നിക്ഷേപകരും ഉൾപ്പെടുന്ന ഓഹരിയുടമകൾ ഇരകളാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ലളിതമായി നോക്കാം. ഒരു കമ്പനിക്ക് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ചെലവുകൾ കണക്കിൽ കാണിക്കാം. ചെലവ് കൂട്ടിക്കാണിച്ചാൽ കടലാസിൽ ലാഭം കുറയും. ലാഭം കുറഞ്ഞാൽ 2 കാര്യം നടക്കും. സർക്കാരിന് കിട്ടേണ്ട നികുതി കുറയും. 2 ഓഹരിയുടമകൾക്ക് കിട്ടേണ്ട ലാഭവിഹിതം കുറയും. അതേസമയം ഈ വ്യാജച്ചെലവിലൂടെ കണക്കിൽ വരാത്ത പണം കമ്പനിയുടെ കയ്യിൽ ബാക്കിയാകും. കൊച്ചിൻ മിനറൽസിൽ ഇതുതന്നെ സംഭവിച്ചെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ചെലവ് പെരുപ്പിച്ചതായി ആരോപിക്കുന്ന വർഷങ്ങളിൽ കമ്പനി നഷ്ടമോ തുച്ഛമായ ലാഭമോ മാത്രമാണ് കാണിച്ചത്. പക്ഷേ 2019 ആദായനികുതി റെയ്ഡ് ഈ വ്യാജച്ചെലവ് അവസാനിപ്പിച്ചു. തൊട്ടടുത്ത വർഷം ലാഭം പെട്ടെന്ന് 56 കോടി രൂപയിലേക്ക് ഉയർന്നു. അതായത് അതുവരെയുണ്ടായിരുന്ന കുറഞ്ഞ ലാഭം സ്വാഭാവികമായിരുന്നില്ല. ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമുണ്ട്. കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. മാലിന്യനീക്കം, ഗതാഗതം എന്നീ പേരുകളിൽ കൊച്ചിൻ മിനറൽസ് 103 കോടി രൂപയുടെ വ്യാജ കണക്കുകൾ ഹാജരാക്കിയെന്ന് രജിസ്ട്രാർ ഡൽഹി ഹൈക്കോടതിയോട് പറഞ്ഞു. ഇനി ഈ കണക്കുകൾക്കപ്പുറം ഒരു നാടിന്റെ കഥയുണ്ട്. കൊല്ലം ജില്ലയിലെ ആലപ്പാട്, കടലിനും കായലിനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ തുരുത്ത്. ഒരു കാലത്ത് 20ലധികം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ നാട് ഇന്ന് ഏതാനും ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി. ഇവിടെ ഖനനം നടത്തുന്നത് സ്വകാര്യ കമ്പനിയല്ല, സർക്കാർ കമ്പനികളാണ്. പക്ഷെ ഫലം ഒന്നുതന്നെ. വീടുകൾ കടലെടുത്തു, കിണറുകളിൽ ഉപ്പുവെള്ളം കയറി, മീൻ കുറഞ്ഞു. ജീവിതം നഷ്ടപ്പെട്ട 6000-ലധികം കുടുംബങ്ങൾ 1000 ദിവസത്തിലധികം നീണ്ട ഒരു സമരം നടത്തി. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച മണലിന് മുകളിൽ ജീവിക്കുന്ന മനുഷ്യർ. ആ സമ്പത്തിന്റെ ഒരു പങ്ക് പോലും അവർക്ക് കിട്ടിയില്ല. കിട്ടിയത് നഷ്ടം മാത്രം. ഖനനം മാത്രമല്ല, സംസ്കരണവും ഒരു വില ഈടാക്കുന്നുണ്ട്. കൊച്ചിൻ മിനറൽസ് എന്താണ് പുറന്തള്ളുന്നത് എന്ന് നോക്കാം. ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പ് നീക്കം ചെയ്യാൻ കമ്പനി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്ന് ഇരുമ്പ് ലവണങ്ങളും അമ്ലമാലിന്യവും ഉണ്ടാകുന്നു. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾക്ക് വിധേയമായി ശുദ്ധീകരിച്ച മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കാൻ ഔദ്യോഗിക അനുമതിയുള്ള 3 വ്യവസായ സ്ഥാപനങ്ങളിലൊന്നാണ് കൊച്ചിൻ മിനറൽസ്. മറ്റ് 2 സുഡ് കെമിയും ടി.എം. ലെതേഴ്സും. നിയമം വ്യക്തമാണ്. പൂർണ്ണമായി ശുദ്ധീകരിച്ച ജലം മാത്രമേ പുഴയിലേക്ക് വിടാവൂ. പക്ഷേ ഇവിടെയാണ് വിവാദം. ഡെയാർ മേഖലയിലെ കമ്പനികൾ പലപ്പോഴും രാത്രിയിലും മഴക്കാലത്തും മാനദണ്ഡങ്ങൾ ലംഘിച്ച് ശുദ്ധീകരിക്കാത്ത രാസമാലിന്യം പുഴയിലേക്ക് തള്ളുന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. പെരിയാറിലെ തുടർച്ചയായ മത്സ്യക്കുരുതികൾക്ക് കാരണം ഈ നിയമലംഘനങ്ങളാണെന്നും അവർ പറയുന്നു. ഈ വ്യവസായ മേഖലയിൽ കാൻസറും ജന്മവൈകല്യങ്ങളും ശ്വാസകോശ രോഗങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ചിത്രത്തിലേക്ക്. എന്തുകൊണ്ടാണ് ഈ മണൽ ഇത്ര പ്രധാനമായത്? ഇന്ത്യയുടെ ആണവോർജ പദ്ധതിയുടെ പിതാവ് ഹോമി ഭാഭ വിഭാവനം ചെയ്ത ഒരു 3 ഘട്ട പദ്ധതിയുണ്ട്. അതിന്റെ അവസാന ഘട്ടത്തിന്റെ ഇന്ധനം തോറിയമാണ്. തോറിയം ഇരിക്കുന്നത് ഈ കടലോര മണലിലാണ്. അതുകൊണ്ടാണ് ഈ മണൽ ഒരു സംസ്ഥാനത്തിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാന സമ്പത്തായി മാറുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഖനനം സർക്കാർ കമ്പനികൾക്ക് മാത്രമായി നിയമം മാറ്റിവെച്ചത്. കടലോര ധാതുമണൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനം ചെയ്യാൻ അനുവദിക്കുന്നത്
ദേശീയ താൽപര്യത്തിന് എതിരാണെന്ന് മുൻ കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി ശർമ്മ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഉന്നയിച്ചിട്ടുണ്ട്. നഷ്ടം ഒരു സംസ്ഥാനത്തിൻ്റേത് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റേത് കൂടിയാണ്. ഒരു കാര്യം വ്യക്തമാക്കണം, കൊച്ചിൻ മിനറൽസിന്റെ ഇടപാടുകൾ ഇൽമനൈറ്റിലും റൂട്ടൈലിലുമാണ്, നേരിട്ട് തോറിയത്തിലോ മൊണാസൈറ്റിലോ അല്ല. പക്ഷേ ആശങ്ക ഘടനാപരമാണ്. നവധാതു അടങ്ങിയ ഒരു പൊതുസമ്പത്ത് വേണ്ടത്ര വിലയോ നിയന്ത്രണമോ ഇല്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഭാവിയിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത്തരം മാലിന്യവും ലംഘനവും നിയന്ത്രിക്കേണ്ടത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ഈ ബോർഡ് വരുന്നത് പരിസ്ഥിതി വകുപ്പിന് കീഴിലാണ്. കമ്പനികൾക്കെതിരായ കേസുകളിൽ ബോർഡിനു വേണ്ടി കോടതിയിൽ വാദിക്കാൻ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ, സ്ഥിരം അഭിഭാഷകൻ ഉണ്ട്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ വിനു ജോൺ ഉന്നയിച്ച ഒരു ആരോപണമാണിത്. 2026 ജൂൺ 13 ഏഷ്യാനെറ്റ് ന്യൂസും പിറ്റേന്ന് മറുനാടൻ മലയാളിയും ഇത് റിപ്പോർട്ട് ചെയ്തു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കപ്പെട്ട നവീൻ എന്ന അഭിഭാഷകൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ ബന്ധുവാണ്, ഒരു അനന്തരവൻ എന്നാണ് ആരോപണം. ശരിയാണെങ്കിൽ പരിസ്ഥിതി വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലായിരിക്കെ ഒരു താൽപര്യ വൈരുദ്ധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ജാഗ്രത വേണം. നവീൻ ബോർഡിന്റെ അഭിഭാഷകനാണെന്നത് രേഖകളിലുള്ളതാണ്. പക്ഷേ കുടുംബബന്ധം സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇതൊരു ആരോപണം മാത്രമാണ്. നിരപരാധിത്വം അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. ഇനി ഈ കഥയുടെ തുടക്കത്തിലേക്ക് ഒന്നുകൂടി പോകാം. 2019 ആദായനികുതി റെയ്ഡിലാണ് എല്ലാം പുറത്തുവന്നത്. കമ്പനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആദായനികുതി വകുപ്പിന് നൽകിയ മൊഴിയിൽ രാഷ്ട്രീയക്കാർക്കും പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കമ്പനി പണം നൽകിയിരുന്നുവെന്ന് പറഞ്ഞു. ഏകദേശം 135 കോടി രൂപയുടെ ഇത്തരം ഇടപാടുകൾ. ഈ പട്ടികയിൽ ഇടത് വലത് മുന്നണികളിലെ പേരുകളുണ്ടെന്നാണ് ആരോപണം. ഇതൊരു കക്ഷിയുടെ മാത്രം പ്രശ്നമല്ല. പക്ഷേ ഒരു വൈരുദ്ധ്യമുണ്ട്. ആദായനികുതി വകുപ്പിന് മുന്നിൽ സമ്മതിച്ച കാര്യങ്ങൾ പിന്നീട് മാനേജിംഗ് ഡയറക്ടർ പരസ്യമായി നിഷേധിച്ചു. അപ്പോൾ ഈ കേസ് എവിടെ നിൽക്കുന്നു? 2025 സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം നൽകി. 2026 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം ഊർജിതമാക്കി. ഏകദേശം 18 കോടി 36 ലക്ഷം രൂപയുടെ ആസ്തികൾ മരവിപ്പിച്ചു. റെയ്ഡുകൾ നടത്തി. ചോദ്യം ചെയ്യലുകൾ തുടരുന്നു. ഒരു കാര്യം സത്യസന്ധമായി പറയണം, അഴിമതി ആരോപിച്ചുള്ള ചില ഹർജികൾ കോടതികൾ തള്ളിയിട്ടുണ്ട്. ചിലത് സുപ്രീം കോടതി വരെ. കോടതികൾ പരിശോധിക്കുന്നത് ഒരു തീരുമാനം നിയമപ്രകാരമാണോ എന്നാണ്, അത് സാമ്പത്തികമായി ന്യായമായിരുന്നോ എന്നല്ല. അതുകൊണ്ട് ഈ കഥയിലെ സാമ്പത്തിക ചോദ്യങ്ങൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും അന്വേഷണവും. ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇവയാണ്. ഇവ കമ്പനിയോടും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോടും പൊതുസമൂഹം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അണവധാതു അടങ്ങിയ മണൽ ക്യൂബിക് മീറ്ററിന് വെറും 464 രൂപയ്ക്ക് കൈമാറിയപ്പോൾ അതിന്റെ യഥാർത്ഥ വില ആര് നിശ്ചയിച്ചു? സ്വന്തമായി റൂട്ടൈൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്തിന് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് അത് വാങ്ങി? കേന്ദ്രം 2019 ഉത്തരവിട്ടിട്ടും പാട്ടം റദ്ദാക്കാൻ സംസ്ഥാനം 5 വർഷം എടുത്തത് എന്തുകൊണ്ട്? കോർപ്പറേഷന്റെ ആളുകൾ സ്വതന്ത്ര ഡയറക്ടർമാരായപ്പോൾ പൊതുപണത്തിന് കാവൽ നിന്നത് ആർ? ലാഭവിഹിതം നൽകാത്ത വർഷങ്ങളിൽ പ്രതിഫലം പെരുകിയത് എങ്ങനെ? ഇത് വീണ വിജയന്റെ മാത്രം കഥയല്ല. ഇതൊരു കക്ഷിയുടെ മാത്രം കഥയുമല്ല. ഇത് 2 ലക്ഷം കോടി രൂപയുടെ ഒരു പൊതുസമ്പത്ത് ആരൊക്കെയോ ചേർന്ന് ചോർത്തിയതിന്റെ കഥയാണ്. ആ മണൽ നമ്മുടേതാണ്, ആ നഷ്ടവും നമ്മുടേതാണ്. ഉത്തരം ചോദിക്കേണ്ടതും നമ്മൾ തന്നെ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഉറവിടങ്ങൾ വിവരണത്തിലുണ്ട്.